ജയറാം, ജഗതി, ഇന്ദ്രൻസ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഒന്നിച്ചഭിനയിച്ച CID ഉണ്ണികൃഷ്ണൻ BA B.Ed എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി ഹിറ്റ്. കൃഷ്ണ, ഗുരുവായൂരപ്പ, വിഘ്നേശ്വര, പാർത്ഥസാരഥി, പത്മലോചന, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്റെ ഉണ്ണിയൻ. എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചുവളപ്പങ്കാലത്ത് ഇറങ്ങി പോയതാ. അവന്റെ 51ാമത്തെ ഇന്റർവ്യൂ ആയത്. എന്റെ ഭഗവതി, അവിടുത്തെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലോട്ടൊന്ന് കയറാൻ തിട്ടമില്ലാത്തോണ്ടാണ് പോലീസുകാർ റോന്തിയിട്ടുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത്. എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കേണ്ടല്ലോ എന്ന് കരുതിയാ 50 പുറ കണ്ടം വിറ്റ് ഞാൻ അവനെ BA B.Ed വരെ പഠിപ്പിച്ചത്. എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ. കൃഷ്ണ, ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ? കാര്യം നടക്കണമെങ്കിൽ ഇത്ര ഒച്ച വെച്ചാ പറ്റൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവാപരാധങ്ങളും പൊറുക്കണമേ. നാരായണ നാരായണ. റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് ഇപ്പൊ ആർക്കാ ഇല്ലാത്തതെന്ന്. പക്ഷേ 6ാം ക്ലാസ് തോറ്റൊരു പിതാവിന്റെ അത്യാഗ്രഹം കൂട്ടിക്കോളൂ. എന്റെ മോനൊരു ഉദ്യോഗം വേണം. BA B.Ed കാരനായതുകൊണ്ട് അധ്യാപക വൃത്തി തന്നെ വേണമെന്ന് കടുംപിടുത്തൊന്നും ഇല്ലാട്ടോ. സർക്കാർ ജോലി വേണമെന്നില്ല. KSRTC-ലാവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇന്നും ഉണ്ട് ഇന്റർവ്യൂ. അവൻ പോയിരിക്കുക. പിന്നെല്ലാം ഭഗവാന്റെ കയ്യില്. ഞാൻ പോട്ടെ. അന്നാട്ടെ. അല്ല, കറക്കം കഴിഞ്ഞോ? നിങ്ങൾ നേരം കളയാതെ ഉരുളാൻ നോക്കണ്ട മനുഷ്യ. ഓ, നല്ല കടുത്ത ഭാഷയിൽ ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പുറത്തൊരു ശയനപ്രദർശനം വേസ്റ്റ് അല്ലേ പത്മാവതി? വെടി വെച്ചിട്ട് ഠോന്ന് വെക്കണോ? അപ്പൊ എന്റെ നേർച്ചക്ക് ഒരു വിലയില്ലേ? എന്നല്ല, ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല്. ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണ കാണിക്കണ്ട മനുഷ്യ. സ്ത്രീകൾ ശയനപ്രദർശനം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ? അല്ലെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ? എന്നാ ശരി, അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോരെ, ഉരുണ്ടാ പോരെ. ഇതങ്ങ് നേരത്തെ ആവാരുന്നില്ലേ? കൃഷ്ണ, ഗുരുവായൂരപ്പ, ഉരുണ്ടുരുണ്ട് എല്ലും തൊലി ആവുന്നത് നീ കാണുന്നില്ലേ? നാരായണ. അവൻ എന്താ ഇത്രയും താമസിക്കുന്നേ? ടൗണിൽ നിന്ന് ബസ് കിട്ടി എത്തണ്ടേ? ഓ, എനിക്ക് ചന്ദന നിറത്തിലൊരു ബ്ലൗസിന്റെ തുണി മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇനി അതെങ്ങാനും മറന്നിട്ട് വരുമോ? ആനക്കാര്യത്തിന്റെ ഇടയില ഒരു ചേനക്കാര്യം. വിവരം അറിയാഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുമ്പോഴാണ് അവിടെ ഒരു കിന്നാരം. ഈ നേരത്തിനിടയ്ക്ക് ഞാൻ എത്ര നേർച്ച നേർന്നെന്നറിയാവോ? എന്തു വേണമെങ്കിലും നേർന്നു. ശയനപ്രദർശനം മാത്രം നേരില്ല എന്റെ പത്മം. ഈശ്വര വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, ദേഹത്തിന് 1 ഇഞ്ച് തൊലി ബാക്കിയില്ല, അതുകൊണ്ടാ. വരുന്നുണ്ട്. കിട്ടിയോ ഉണ്ണേട്ടാ? ഓ, കിട്ടി കിട്ടി. രക്ഷപ്പെട്ടു. എന്റെ പ്രാർത്ഥന അങ്ങനെ അങ്ങ് പാഴാകത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതിന് നീ എന്തിനാ കരയുന്നേ? എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് ഉണ്ണികൃഷ്ണന്റെ വക ശർക്കര കൊണ്ടൊരു തുലാഭാരവും അവന്റെ അച്ഛന്റെ വക 101 ശയനപ്രദർശനം. ഇങ്ങോട്ട് ഓടി വന്നേ. എന്താ 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 എന്താടി? ഉണ്ണിയേട്ടന് ജോലി കിട്ടിയില്ലമ്മേ. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞതോ? ഇവളുടെ ബ്ലൗസിന്റെ തുണി കിട്ടിയെന്നാ പറഞ്ഞത്. എത്ര കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ നിറം കിട്ടിയത്? അയ്യോ, ഞാൻ പറഞ്ഞ അതേ നിറം. നിന്റെ അമ്മ നേരത്തെ നേർന്നത് വെറുതെ ആയല്ലോ മോനെ. കുഞ്ചു, എടാ കുഞ്ചു, ഞാനിവിടെ ഉണ്ടേ. പണി കഴിഞ്ഞില്ലടാ. പ്ലീസ് ഒരു 50 കട്ട കൂടി. ഇന്റർവ്യൂവിന് എന്തൊക്കെയാ ചോദിച്ചത്? ഡസൻ കണക്കിന് ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതെ ഇറങ്ങുന്ന നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾ കാണോടെ പഞ്ഞം. ഓഹരി കുംഭകോണം, ഡെങ്കൽ കരാറ്, കൊങ്കൺ റെയിൽവേ, കരിപ്പൂർ വിമാനത്താവളം, സ്വാശ്രയ സമിതി, 3ാം മുന്നണി, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാലോ. സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ. 9ാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തിയത് എത്ര നന്നായി. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ. ഞാൻ നിർത്തിയതല്ല, അവർ നിർത്തിച്ചതല്ലേ. പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു. ഒരു ക്ലാസ്സിൽ 4 കൊല്ലത്തിൽ കൂടുതൽ പഠിക്കാനൊക്കത്തില്ല എന്ന് നിർബന്ധം പിടിച്ചവന് ഞാൻ എന്തോ ചെയ്യും? ഒന്നുകൂടി വന്നേ. എന്താ എന്താ പുണ്യേട്ടാ? എന്താ നീ ആണോ പത്മം? എന്താ എന്താ ഈർക്കിൽ എന്നാക്കി പോയോ? നിന്റെ മോൻ പറഞ്ഞു നീ കേട്ടോ? ഇവിടെ ഇരുന്ന് കുശുശുത്ത് അടുക്കളയിരിക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നേ? ഉണ്ണികൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് വരണമെന്ന്.
ആ ഇതാ ഇപ്പൊ നന്നായേ. BA-BEdകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്ന കാണാൻ നല്ല രസായിരിക്കും. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നാടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഉദ്യോഗം തെണ്ടി അടക്കാൻ ഇനി എന്നെ കൊണ്ട് വയ്യ. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം. ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആത്മധൈര്യം ഇല്ല. നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാടം വിറ്റ് പഠിപ്പിക്കണമായിരുന്നു. കൃഷിക്കാരനാണെന്ന് പറഞ്ഞങ്ങോട്ടിയല്ലേ ദമയന്തിയ കമലാക്ഷി വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കും. അതുള്ളതാ അവിടെ ആലോചനക്കാരുടെ തള്ള. നീയാണോടാ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയിട്ട് കട്ടയറുപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യാഭിലാഷം. അയ്യടാ അവന്റെ ഒരു അന്ത്യാഭിലാഷം. വേറൊന്നും വേണ്ടേ? ചുമ്മാ അല്ല അവനൊരു ജോലി തരാവാത്തത്. ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി ചുമ്മാ ഇരിക്കാൻ വയ്യ. ആ പാടത്തിറങ്ങി 4 കളകൾ വെച്ചാൽ അത്രയിലും ആയി. എന്റെ ഉണ്ണി, മനസ്സ് തളരാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലങ്ങളെ മുറ്റത്ത് കിടന്ന് ഉണ്ടിട്ടില്ലേ, അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. ഇതിലൊരു പരസ്യമുണ്ട്, നോക്കി നോക്കട്ടെ. നോക്കട്ടെ. ഇംഗ്ലീഷ് പത്രമാണല്ലോ, അപ്പൊ ഏതാണ്ട് വലിയ ജോലിയായിരിക്കും. എന്ത് ജോലിയാ? മോള് വായിച്ചില്ലേ? എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറാ പറഞ്ഞത് വലിയ ഉദ്യോഗമാണെന്ന്. സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ BA-BEd നീ കണ്ടുപിടിച്ച ജോലി കൊള്ളാം. പുറത്ത് പറയാൻ കൊള്ളാത്ത പണിയാണോ? എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ എന്റെ ഉണ്ണി. ഉദ്യോഗ പേര് കേട്ട് ആരും ഞെട്ടരുത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാ എന്താ ഉണ്ണി? ഞാൻ പറയാം. CBI ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറ്റാന്വേഷകരാണ് ഡിറ്റക്ടീവ്സ്. ഉള്ളതാണോടാ? ട്യൂട്ടോറിയൽ കോളേജിലാ പഠിക്കുന്നെങ്കിൽ അവർക്ക് വിവരമുണ്ട്. അല്ല, പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ ഒരു പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തരക്കെട്ടില്ലല്ലോ. എന്താ പരസ്യത്തിൽ പറഞ്ഞേക്കണേ? സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിറ്റക്റ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ടെന്ന്. ഇത് നല്ല ജോലിയാണ് അച്ഛാ. ചേട്ടൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഡിറ്റക്ടീവ്സാ. ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്കെന്താ CID പണിയായിരുന്നോ? ഞാൻ ഒരു വനിതാ മാസികയിൽ വായിച്ചതാ. വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ഈ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് ധൈര്യമുള്ളവർക്ക് ഈ പണി പറ്റും. പരസ്യം വായിച്ച് ചിരിച്ചതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന്. പിന്നെ ഉണ്ണേട്ടിന് പേടിയാണെങ്കിൽ അപേക്ഷിക്കണ്ട. പേടിയോ? അയ്യേ കഷ്ടം. എടി, ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാനൊരു CID ആയ ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ? പിന്നെ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം? പോടാ അവിടുന്ന്. വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നിനക്ക് ഈ പണി മതി. രാഷ്ട്രീയക്കാരും മിനിറ്റിന് സ്ഥലം മാറ്റി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനേക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ്? 4 ആളെ മുഖത്ത് നോക്കി പറയാൻ നല്ല അന്തസ്സുള്ള പണിയാ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് അപേക്ഷ അയക്കാൻ നോക്കുമോനെ. ഓ, നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ല ഈ CID പണി. ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം. ഇനി പലവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ. ഉണ്ണീഷ, യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാ ഞാൻ നിന്നൊരു BA-BEdകാരനാക്കിയത്. ഇനി ഒരു പ്രൈവറ്റ് പോലീസ് ആകാൻ ശേഷിക്കുന്ന പാഠം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം. നീ രക്ഷപ്പെടുവതേ. ഓ, കൊള്ള പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. നീ ഇവിടെ തന്നെ നിന്നോണം. ആരെങ്കിലും വന്ന് സിഗ്നൽ തന്നാ മതി. പിന്നെ ആരെങ്കിലും വന്നാൽ ഞാൻ എന്ത് ചെയ്യും? സിഗ്നൽ തരണമെന്ന് പറഞ്ഞില്ലടാ പട്ടി. തരാം തരാം. അവളെന്തേ? അവളെ വിട്ടുതരില്ലെന്ന് പറഞ്ഞില്ലേ? വിട്ടുതരണ്ട. ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ അവള് വേണ്ടേ? അത് ന്യായം. ഡോക്യുമെന്റ്സ് തന്നാ മതി. ഒപ്പിടിച്ച് ഞങ്ങൾ തിരികെ എത്തിക്കാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. നിങ്ങൾ എവിടെ പോന്നു? പള്ളി പറയാൻ. ഞാൻ കൂടെ പോയി സൈൻ ചെയ്യിച്ചാ പോരെ? എന്റെ അഡ്വക്കേറ്റ് നിങ്ങളുടെ കൂടെ വരും. ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത് വക്കീലിന്റെ മുന്നിൽ വെച്ച് മതി. സമ്മതം. വക്കീലിന് വരാം. മൂവ്. പിന്നെ അവിടെ ചെന്ന് അതിസാമർത്ഥ്യം ഒന്നും കാണിക്കാൻ നോക്കണ്ട. ദമയന്തി എന്റെ കസ്റ്റഡിയിലാണെന്ന് മറക്കരുത്. ഒരു കാര്യം 9 പ്രാവശ്യം പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. 1 second.
Come on. Get it.